Limited. വാർത്തകൾ തുടരുന്നു. താരസംഘടന അമ്മയെ വനിതകൾ നയിക്കും. ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ വിജയിച്ചു. കുക്കു പരമേശ്വരനെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ലക്ഷ്മി പ്രിയയും ജയൻ ചേർത്തലയും വൈസ് പ്രസിഡന്റുമാരായും തെരഞ്ഞെടുക്കപ്പെട്ടു. വിവരങ്ങളുമായി വിനയ രാജിച്ചിരുന്നുണ്ട്. വിനയ, അമ്മയ്ക്ക് വനിതാ നേതൃത്വം വരുന്നത് ഇതാദ്യമാണ്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. അതിര 31 വർഷത്തിൽ ആദ്യമായാണ് ഒരു വനിതാ പ്രാതിനിധ്യം അമ്മ സംഘടനയെ നയിക്കുന്നത്. താരസംഘടനയായ അമ്മയിൽ ആദ്യമായാണ് ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടാകുന്നത്. അത് ശ്വേതാ മേനോനാണ്. ശ്വേതാ മേനോനും ദേവനും തമ്മിലായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ശ്വേതാ മേനോനാണ് ഇപ്പോൾ വിജയിച്ചിരിക്കുന്നത്. 253 വോട്ടാണ് ശ്വേതാ മേനോന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കൂടാതെ തന്നെ ദേവന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് 132 വോട്ട് മാത്രമായിരുന്നു. പ്രധാനമായും ദേവൻ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഫലം പ്രഖ്യാപിച്ചതിനു ശേഷം ദേവൻ നടത്തിയ ഒരു പ്രതികരണമുണ്ട്. അത് ഇങ്ങനെയായിരുന്നു: ശ്വേതാ മേനോനാണ് അമ്മയുടെ അമ്മയെങ്കിൽ ഞാൻ അച്ഛനാണ് എന്നായിരുന്നു ദേവൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. താൻ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിനെല്ലാം തന്നെ ശ്വേതാ മേനോനൊപ്പം തന്നെ നിൽക്കും, ഈ സംഘടനയ്ക്കൊപ്പം തന്നെ നിന്ന് പ്രവർത്തിക്കും, ഇത് ഒരു മുന്നേറ്റമാണ് എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു പ്രധാനമായും ദേവൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ജയിച്ചതിന് ശേഷം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തതിന് ശേഷം ശ്വേതാ മേനോൻ അടക്കം ഒരു പ്രതികരണം നൽകിയിട്ടുണ്ടായിരുന്നു. താൻ ഒറ്റക്കെട്ടായി എല്ലാവരെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നായിരുന്നു ശ്വേതാ മേനോൻ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. സംഘടനയിൽ നിന്നും പോയ ആളുകൾക്ക് തിരിച്ചു വരാൻ താല്പര്യമുണ്ടെങ്കിൽ താൻ തന്നെ അതിന് അവരോട് സംസാരിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ താൻ തന്നെ കൊണ്ടുവരും. അതിനുള്ള മുന്നേറ്റം എല്ലാം തന്നെ താൻ തന്നെ എടുക്കുമെന്നും ശ്വേതാ മേനോൻ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. എല്ലാവരോടും നന്ദി പറയുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴാണ് അമ്മയ്ക്ക് അമ്മ താരസംഘടനയായിട്ടുള്ള അമ്മ യഥാർത്ഥ അമ്മയായത് എന്നായിരുന്നു ശ്വേതാ മേനോൻ വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. നമുക്കറിയാം, 31 വർഷത്തിനു ശേഷം ആദ്യമായാണ് ഒരു വനിതാ പ്രാതിനിധ്യം ഉണ്ടാകുന്നത്. ഒരു വനിത അമ്മയുടെ താരസംഘടനയായിട്ടുള്ള അമ്മയുടെ തലപ്പത്തേക്ക് വരുന്നത് അത് ശ്വേതാ മേനോനാണ്. ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പഴയ കാര്യങ്ങളടക്കം തന്നെ കുത്തിപ്പൊക്കിക്കൊണ്ട് ശ്വേതാ മേനോനെതിരെ പരാതി നൽകുന്നു. കോടതിയിലടക്കം ഈ കേസെത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഈ സമയങ്ങളിലെല്ലാം തന്നെ വളരെ ആത്മാർത്ഥതയോട് വളരെ ആത്മവിശ്വാസത്തോടെ തന്നെയായിരുന്നു ശ്വേതാ മേനോൻ പോയിട്ടുണ്ടായിരുന്നത് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സിനിമാ സംഘടനയിൽ നിന്നുള്ള ആളുകളൊന്നും തനിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. തന്നെ തോൽപ്പിക്കണമെന്ന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ താൻ ആ പരാതിയിലൊന്നും തന്നെ പേടിച്ചിട്ടില്ല. ആത്മവിശ്വാസത്തോടെ തന്നെയാണ് മുന്നോട്ട് പോയത് അടക്കമുള്ള കാര്യങ്ങളായിരുന്നു ശ്വേതാ മേനോൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ആദ്യമായാണ് അമ്മ തലപ്പത്തേക്ക് ഒരു വനിതാ പ്രാതിനിധ്യം ഉണ്ടാകുന്നത്. ശ്വേതാ മേനോന് പുറമെ തന്നെ നിരവധിയായിട്ടുള്ള വനിതാ പ്രാതിനിധ്യം തന്നെയാണ് ഇത്തവണത്തെ അമ്മയിൽ ഉണ്ടായിരിക്കുന്നത്. അതിൽ വൈസ് പ്രസിഡന്റായിട്ട് ലക്ഷ്മി പ്രിയയുണ്ട്. 139 വോട്ടുകളായിരുന്നു ലക്ഷ്മി പ്രിയയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ജയൻ ചേർത്തല അടക്കം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇത്തരത്തിൽ ഇത്തവണത്തെ ഈ അമ്മ തിരഞ്ഞെടുപ്പിൽ തന്നെ വനിതാ പ്രാതിനിധ്യം കൂടിയിട്ടുണ്ട് എന്ന് വേണം പറയാനും. നിരവധിയായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ പിന്തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ പ്രധാനമായും ഈ വനിതാ അമ്മ സംഘടനയിലേക്ക് വനിതാ പ്രാതിനിധ്യം ഉണ്ടായിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും രവീന്ദ്രനുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി ശിവപാലാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് സരയു, ആശ അരവിന്ദ്, നീന കുറിപ്പ് തുടങ്ങിയവരാണ് വനിതാ എക്സിക്യൂട്ടീവായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഇത്തവണ അല്ലെങ്കിൽ അമ്മ സംഘടനയിൽ ആദ്യമായിരിക്കും ഇത്തരത്തിലുള്ള ഒരു വനിതാ പ്രാതിനിധ്യം എണ്ണം കൂടിയിരിക്കുന്നത് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇപ്പോൾ ഓരോരോ താരങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കാര്യങ്ങളിലെല്ലാം തന്നെ പ്രധാനമായും ഈ താരങ്ങളടക്കം വ്യക്തമാക്കുന്നത് അമ്മ സംഘടനയിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് അമ്മ സംഘടനയിൽ തന്നെ തീർക്കും എന്ന് തന്നെയാണ് ഈ താരങ്ങളടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന കാര്യം. അമ്മ സംഘടന ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും. ശ്വേതാ മേനോൻ വന്നതിൽ തങ്ങൾക്ക് സന്തോഷമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളും ഈ താരങ്ങൾ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ നിരവധിയായിട്ടുള്ള വിവാദങ്ങൾ ശ്വേതാ മേനോനെതിരെ പരാതിയുമായി രംഗത്ത് വരുന്നു. മെമ്മറി കാർഡ് വിവാദം വരുന്നു. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള വിവാദങ്ങളടക്കം വരുന്നു. കൂടാതെ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു വലിയ രീതിയിലുള്ള ഈ അമ്മ സംഘടനയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായൊരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും ഈ
ബാബുരാജ് അടക്കമുള്ളവർക്കെതിരെ പരാതി ഉയരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ബാബുരാജ് അടക്കമുള്ളവർക്കെതിരെ പരാതി ഉയരുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ബാബുരാജ് അടക്കം തന്നെ മത്സരിക്കാൻ തീരുമാനിക്കും. അതിനുശേഷം ഈ